അസ്സലാമലൈക്കും മുത്തുമണികളെ, സുഖല്ലേ? എന്തൊക്കെ വിശേഷം? മഴ അല്ല 2-3 ദിവസമായിട്ട്, അതുകൊണ്ട് നല്ല ചൂടും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ നാട്ടിൽ കൂടെയൊക്കെ മഴയുണ്ടോ? ചിലർ ലൈവിൽ വരുമ്പോൾ പറയും മഴയുണ്ട്, ചിലർ പറയും മഴയില്ല. എന്തായാലും അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് സുഖം തന്നെ, എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയണമെന്നറിയാം, നമ്മളെ രേണുസുതി തന്നെയാണ്. 4ാം സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വളരെ ഒരു സൂക്ഷിച്ച മാതിരിയുള്ളൊരു രൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കണ്ടാൽ പാവം തോന്നും. പക്ഷേ അതിലും ചിലവർ പറയുന്നുണ്ട് 4ാം സ്റ്റേജ് ആണെങ്കിൽ അതിൻ്റെ 4ാം സ്റ്റേജ് എന്നുള്ള ഡോക്ടറെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമല്ലോ, അത് പുറത്ത് വിടണം, ഇത് പുറത്ത് വിടണം എന്നൊക്കെ. എനിക്കറിയില്ല കേട്ടോ, കാരണം സത്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് അവൾക്ക് രോഗമുണ്ട്. കാരണം എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിലും കൂടിയിട്ട്, എന്ത് നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ അഭിനയം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ. കാരണം ഇനിയിപ്പോൾ ഗൾഫിൽ പോവുകയും അവിടെ നിന്ന് എന്തെങ്കിലും കടത്തി കൊണ്ടുവരിക, അതിന് വല്ല മറ്റേ നടപടി എടുക്കും, അപ്പോൾ അതിന് ചോദ്യം ചെയ്യാൻ വിളിക്കും. അപ്പോൾ ഒരു രോഗി ആയതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടോളും എന്നുള്ള ചിന്ത കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് കുറേ ആൾക്കാർ പറയണത്, കുറച്ച് ആൾക്കാർ പറയണത്. പക്ഷേ എനിക്കത് തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, എന്തെല്ലാം ഇതാണെങ്കിലും എന്തെല്ലാം രോഗമാണെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് നേരെ നടപടി ഉണ്ടാകുക തന്നെ ചെയ്യും. അത് രോഗിയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവർ തന്നെ ചികിത്സിക്കും. ഇപ്പം നമ്മളൊരു വെട്ടുകേസിലെ പ്രതിനെ കൊണ്ടുപോയാൽ അവനും പരിക്കുണ്ടെങ്കിൽ ആ ആളെയും കൊണ്ടുപോയി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് പോലീസുകാർ കാവലിരുന്ന് ചികിത്സിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ, നാടല്ലേ നമ്മുടേത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം ഇതിപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെടാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും ഈ നിയമാന്വേഷണം നടത്തുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അവളെ ശരീരം, അവളെ മുടി, അതായത് ഇപ്പം മൊത്തത്തിൽ മുട്ടയടിച്ചപ്പോൾ ഈ ഭാഗത്ത് മാത്രം കുറച്ച് ക്ലിയറായിട്ട് കാണുന്നുണ്ട്. അത് അന്ന് അവൾ മുടി പറിച്ച് ഇങ്ങനെ കാണിച്ചെന്ന ഭാഗമായിരുന്നു. ഞാൻ വേറൊരു വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ മുടി ഇങ്ങനെ പിടിച്ചപ്പോൾ മൊത്തത്തിൽ ഇങ്ങോട്ട് പോകുന്നു. അത് നമ്മുടെ കുടുംബത്തിലുണ്ടായതാണ്. അങ്ങനെ പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായത് കാരണം കൂടെ നമുക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള ക്യാൻസർ ഉണ്ട് എന്ന് പറയുന്നു. എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ അവിടെ വന്നു, എൻ്റെ ഉമ്മാക്കായിരുന്നു. അത് 4 മാസം ഡേറ്റ് തന്നു. തലശ്ശേരി ക്യാൻസർ ഹോസ്പിറ്റലാണ്, അതിനുവേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റലാണ്. അവിടെ ഞങ്ങൾ കൊണ്ടുപോയി കീമോ കൊടുത്തു. 1, 2, 3, 4, 5 കീമോ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു. മുടികളൊക്കെ പറ്റപ്പോയി. ഡോക്ടർ 4 മാസം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീണ്ടും അള്ളാൻ്റെ വീണ്ടുക 10 വർഷം ഇരുന്നു. ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വയ്യാതായി. അപ്പോൾ നമുക്ക് ഈ 1, 2, 3, 4 എന്നൊക്കെ പറയണത് 4ാം സ്റ്റേജിലാണ് ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ 4ാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതല്ല എന്നും പറയുന്നു. ഡോക്ടർമാർ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് അറിയില്ല കേട്ടോ. ചികിത്സിച്ചാൽ മാറും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ 10 വർഷം ഇരുന്നത്. ഞങ്ങൾ ചികിത്സിച്ചു കൊണ്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ 10 വർഷം എൻ്റെ ഉമ്മ ജീവനോടെ ഇരിക്കാൻ കാരണം. പക്ഷെ എന്താണെങ്കിലും ഇവളെ കാണുമ്പോൾ, രേണുസുതിനെ കാണുമ്പോൾ മനസ്സിനൊരു വിഷമം തന്നെയാണ്. കയ്യും കാലൊക്കെ സൂക്ഷിച്ച് മുട്ടയൊക്കെ അടിച്ച് ഒരു മനുഷ്യൻ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു മനുഷ്യനൊരു കൺഫ്യൂഷൻ ഉണ്ടാകുക. കാരണം ഇത് കാണുമ്പോൾ തന്നെ ഇത് ശരിയല്ലേ, ഇത് തെറ്റാണോ, ഇത് ശരിയാണോ, തെറ്റാണോ ശരിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മനുഷ്യർക്ക് വരുത്താൻ ഈ വീഡിയോസുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കൂടിയിട്ട് എനിക്ക് കൂടുതൽ തോന്നുന്നത് അത് രോഗിയാണ് എന്നുള്ളതിലേക്കാണ് എൻ്റെ മനസ്സ് കൂടുതൽ പോണത്. കാരണം അവർ പറയുന്നൊന്നും ശരിയല്ല, ഇത് രോഗി തന്നെയാണ് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഇനിയെല്ലാം അള്ളാഹു ആലം, തവക്കൽത്തു അലല്ലാ, റബ്ബിനറിയാം. എന്താണെങ്കിലും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേന് നമുക്കറിയാൻ പറ്റും കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ കിച്ചുവിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, ചെയ്യാം ഞാൻ നാളെ. ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെ പോട്ടെ, നാളെ ആ വീഡിയോ ചെയ്യാം. അപ്പോൾ കിച്ചുവിനെ എനിക്കും വലിയ ഇഷ്ടമാണ്. സുധിയുടെ മകൻ എന്നുള്ള ഒരു ഇതിൽ ആ കുട്ടീനെ ചെറുപ്പം മുതൽ തന്നെ ആ കുട്ടീനെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ്. എന്നാൽ മറ്റേ കുട്ടീനെ ഇഷ്ടമല്ലേ എന്ന്, നല്ല ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും
അതും ഈ പറഞ്ഞ പോലെ തന്നെ രോണും കൂടി പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്കും പിന്നെ ആരും ഇല്ല. എത്ര ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവനവൻ്റെ മാതാപിതാക്കളുള്ളത് മാതിരി ആവില്ലല്ലോ മറ്റവരുണ്ടാവുമ്പോൾ. അതേതായാലും വിഷമമുള്ള കാര്യം തന്നെയാണ്. ഏതായാലും അവൾക്കൊന്നും സംഭവിക്കാതെ ഇനി എന്ത് തന്നെയാണെങ്കിലും അവൾ രക്ഷപ്പെട്ടു വരട്ടെ എന്ന് തന്നെയാണ് നമ്മളെപ്പോലുള്ളവർ പ്രാർത്ഥിക്കുന്നത്. രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ റബ്ബ്. എന്തെല്ലാം ചെയ്തതാണെങ്കിൽ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യണം മനുഷ്യന്മാർ, ഇതിനേക്കാൾ ഒരുപാട് എന്തൊക്കെയോ ചെയ്യണം. അപ്പോൾ ഇതൊന്നും എനിക്കത്ര തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടി നമ്മളതിനെ റിയാക്ഷൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അതിന് മാത്രം നമുക്ക് ഇരുന്നാൽ മതി, വേറെ ഒന്നും നിൽക്കണ്ട. അത്രയ്ക്ക് പ്രശ്നങ്ങൾ നമ്മളെ അള്ളാൻ്റെ ദുനിയാവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം, അള്ളാഹു ആയുസ്സ് തന്നെങ്കിൽ.